സുന്ദര നഗരിയായ കൊച്ചിയിലേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മറ്റൊരു പ്രതീക്ഷയുള്ള മത്സരവുമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്കെതിരെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മറ്റൊരു വിജയം കൂടി സ്വന്തമാക്കാൻ സാധിച്ചാൽ പ്രതീക്ഷയോടുകൂടി കാത്തുനിന്ന തിരിച്ചുവരവിലേക്കായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സഞ്ചാരം. പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്തുള്ള നോർത്ത് ഈസ്റ്റ് 24 പോയിന്റുമായി നിലവിൽ 9ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് 7ാം സ്ഥാനത്തേക്ക് ഉയരുവാനുള്ള ഒരു വലിയ പ്രതീക്ഷയുടെ മത്സരം കൂടിയാണ്. ഈ മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് തുടക്കമാകുന്നു കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. ലോകമെങ്ങുമുള്ള എല്ലാ മലയാളി ഫുട്ബോൾ ആരാധകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഞാൻ അജു ജോൺ തോമസിനോടൊപ്പം അഞ്ചേരി. മനസ്സിലാൻ താങ്ക്സ് അജു. തുടക്കത്തിൽ തന്നെ ഒരു അറ്റാക്ക്. അവിടെ പക്ഷേ ഓൾറെഡി വിസിൽ അതിനു മുമ്പ് വന്നു കഴിഞ്ഞു. അത് എന്തിനാണെന്നുള്ളതാണ് ഒരു ചോദ്യമായി ഉയർത്തുന്നത്. അവിടെ നോർത്ത് ഈസ്റ്റിന് അനുകൂലമായ ഒരു വിസിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതവിടെ ഒരു പുഷാണ്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം. അത് സെൻട്രലിലേക്ക് നൽകുന്നു ബിമാറിനെ. അത് തന്നെയാണ് ഇവിടെ ഫൗൾ വിളിച്ചിരിക്കുന്നത്. വളരെ ക്വിക്കായ ത്രോയിനെ കൈമാറുകയാണ്. പക്ഷേ ഓൾറെഡി ഹാൻഡ് ബോൾ. അവിടെ ഒരു പിഴവ് സംഭവിക്കുന്നു ഗുർമീതിന്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളിലേക്ക് അത് എത്തിപ്പറ്റിയില്ല എന്നുള്ളതാണ്. നെസ്റ്റാർ വീണ്ടും ഇന്റർസെപ്ഷൻ ആണ് കോരു സിംഗിന്റെ ഭാഗത്തുനിന്ന്. സബോക പിടിച്ചെടുക്കുന്നു. സാംഥേ അവിടെ രക്ഷപ്പെട്ടു പോകുന്നു. 2 വീണ്ടും ഒരു ഓവർഹെഡ് ബോൾ. അപകടത്തെ രക്ഷപ്പെടുത്തിയെടുക്കുന്നു. ക്ലിയറൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ക്രോസ് ആണ് നൽകേണ്ടിയിരുന്നത്. സ്പീഡുള്ള ഒരു ക്രോസ് ആണ് നൽകേണ്ടിയിരുന്നത്. അതിന് തയ്യാറെടുക്കുന്നു. പക്ഷേ ഇവിടെയാണ് അതിനൊരു യെല്ലോ കാർഡ് കിട്ടാൻ സാധ്യത. ഇങ്ങനൊരു തടസ്സം വന്നാൽ യെല്ലോ കാർഡ് അല്ലാണ്ട് എന്ത് നൽകാൻ. ഇവിടെ വീണ്ടും നോർത്ത് ഈസ്റ്റിന്റെ ചാൻസ്. ഒരു ഓവർ ദ ഹെഡ് ബോൾ ട്രൈ നടത്തുന്നു. പരസ്പരം ഇപ്പോഴും പൊരിച്ചിലുകളാണ്. നോക്കുക, അനാവശ്യമായി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അജാരി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വരികയാണ്. അല്ല, ഇത് പ്രൊവോക്ക് ചെയ്യും. അപ്പൊ അതിനെ റിയാക്ട് അല്ല ചെയ്യണ്ടേ, അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവാ. ഇത് ആദ്യം നമ്മൾ മിലോസ് ഡ്രിൻസിച്ചുമായി കണ്ടു. ഇത് രണ്ടാമത് റെഡ് കാർഡ്. ആ തല ഉപയോഗിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ആചാര്യ നോക്ക, ആചാര്യ അനങ്ങുന്നില്ല. ഇതിനാണ് റെഡ് കാർഡ്. അനാവശ്യമായി കല്ലടി 30ാമത്തെ മിനിറ്റിലാണ് റെഡ് കാർഡ് കൊണ്ട് പുറത്തു പോകേണ്ടി വരുന്നത്. ഇതൊക്കെ എത്രമാത്രം നിർണായകമായ ഒരു സാഹചര്യമാണെന്ന് ആലോചിക്കുക. ഇതിൽ നിന്നും അജാരി ബോക്സിനുള്ളിലേക്ക്. അജാരിയുടെ ക്രോസ്. സന്ദീപ് നല്ലൊരു ഇടപെടൽ, നല്ലൊരു രക്ഷപ്പെടുത്തലെന്ന് പറയാം. സന്ദീപ് സ്റ്റിൽ ചാൻസ്. ഓവർ ദ ഹെഡ് ബോൾ അജാരിയിലേക്ക്. സച്ചിൻ സുരേഷ് ഭംഗിയായി അതിനെ തട്ടിയകറ്റുന്നു. ഡ്രിയാൻ ലൂണ അജാരിയിലേക്ക് കൈമാറുന്നു. ഹാൻഡ് ബോൾ അപ്പീൽ, ബട്ട് സ്റ്റിൽ രക്ഷപ്പെട്ടു പോകുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. 3 മിനിറ്റാണ് അധിക സമയം ഈ ആദ്യ പകുതിക്ക് വിധിക്കപ്പെട്ടത്. അതിലെ 2 മിനിറ്റോളം കടന്നു പോകുന്നു. സച്ചിൻ സുരേഷ് ബുള്ളറ്റ് പോലുള്ള ഒരു ഷോട്ട്, പക്ഷേ നെഞ്ചും വിരിച്ചു നിന്ന് തട്ടി അകറ്റുന്നു. ബ്ലോക്കാണ് അവിടെ. പക്ഷേ അതോടുകൂടി ഈ മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് അവസാന വിസിലും വരികയാണ്. ഹാഫ് ടൈം സ്കോർ ഹിയർ ഇൻ കൊച്ചി. കേരള ബ്ലാസ്റ്റേഴ്സ് FC നീൽ, നോർത്ത് ഈസ്റ്റ് നീൽ. രണ്ടാം പകുതിക്ക് തുടക്കമാവുകയാണ്. ആവേശകരമായ മിനിറ്റുകളിലേക്ക് 10 പേരായി ചുരുക്കപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന് നിർണായകമായ ഒരു രണ്ടാം പകുതിയായി കൂടി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. സ്റ്റെപ്പ് ഓവറുമായി കിടക്കാനുള്ള ശ്രമം. ഫ്രീ പാസ് ആണ് അവിടെ. ഷോട്ട് ശ്രമം. ഗോൾ പോസ്റ്റ്. രക്ഷകനായി മാറുന്നെന്ന് പറയാം.
ജിതിന് പക്ഷേ അത് ഗില്ലോമോലെ കൈമാറുന്നു. ഫ്രീ സ്പേസ് ഇവിടെ സാംഥയ്ക്ക് ലഭ്യമാകുന്നു. കർവിംഗ് ബോൾ, ഹെഡർ ശ്രമം, സ്റ്റിൽ ചാൻസ്. സച്ചിൻ സുരേഷ് മുന്നിലേക്ക് വന്ന് അത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനെ പോലും തരണം ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നോർത്ത് ഈസ്റ്റിന്റെ ചാൻസ്, ഷോട്ട് ശ്രമം. ഇവിടെയാണ് നോർത്ത് ഈസ്റ്റ് താരങ്ങളിൽ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പിഴവ്. ഇതുപോലെയുള്ള ഷോട്ടുകൾ ഉള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത്. തീർച്ചയായും അതുപോലെ പാസുകളാണെങ്കിൽ ബുദ്ധിമുട്ടായേനെ. ഫ്രീ കിക്ക് ഫോർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി. അച്ചാരി ലക്ഷ്യം വെച്ചത് ജിതിനിലേക്കാണ്. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് സുരക്ഷിതമാക്കി തന്റെ കയ്യിലേക്ക് സ്വീകരിക്കുന്നു. ജിതിന്റെ എല്ലാവരും പോകുന്നത് ജിതിന് അത് ഓഫ് സൈഡ് ട്രാപ്പിൽ കുടുങ്ങാതെയുള്ള ആവാതെ ഒരു ചാലഞ്ചാണ് നടത്തിയത്. ഈസിയായിട്ട് പിടിക്കാൻ സാധിക്കുന്നു ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ്. ഏരിയൽ ചാലഞ്ച്, ക്ലിയർ ദ ബോൾ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. പക്ഷേ പാർത്ഥിവിന്റെ ബോൾ വളരെ വൈഡ് ആകുന്നു. സോ അവസാന ഒരു കിക്കായി മാത്രം ഇതിനെ കാണാം. കാരണം അധിക സമയവും കടന്നു പോകാൻ ഇനി ഒരു 30 സെക്കൻഡ് മാത്രം ശേഷിക്കുമ്പോൾ ഇതായിരുന്നു അവസരം. അത് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ പന്ത് പാർത്ഥിവിന്റെ ടച്ച് ബ്ലോക്ക് ചെയ്യുന്നു ഡിൻസിച്ച്. അതിനുശേഷം പാർത്ഥിവിന്റെ ക്രോസ് പുറത്തേക്കാണ്. അധിക സമയം ഓൾറെഡി കടന്നു പോയിരിക്കുന്നു. ഇനി മുന്നോട്ട് ഈ മത്സരത്തിനെ കൊണ്ടുപോകുവാൻ മുഖ്യ റഫറി ആഗ്രഹിക്കുന്നില്ല. സോ ഗോൾലെസ് ഡ്രോ സാഹചര്യത്തിലേക്ക് ഈ മത്സരം പര്യവസാനിക്കുകയാണ്. 81 മത്സരങ്ങൾക്ക് ശേഷം ഒരു ഗോൾലെസ് ഡ്രോ, അതും ഇതിനു മുമ്പ് അത് സംഭവിച്ച നോർത്ത് ഈസ്റ്റുമായി തന്നെ അതേ ചരിത്രം ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഖോറു സിംഗ് തീർച്ചയായും അതിന് അർഹതപ്പെട്ട താരം തന്നെയാണ്. പ്ലെയർ ഓഫ് ദ മാച്ച് അദ്ദേഹത്തിന് അർഹതപ്പെട്ടിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. വളരെ പക്വതയോടുകൂടി ഈ മത്സരത്തിന്റെ